ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് ഒന്നാം ക്ലാസ്സിൻ്റെ മലയാളത്തിലെ 14ാമത്തെ പാഠഭാഗമാണ് കേട്ടോ. ഇവിടെ 13 എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. എല്ലാ പാഠവും എടുക്കുമ്പം പറയുന്നുണ്ട് ഈ നമ്പർ തെറ്റിയതാണ്. 14ാമത്തെ പാഠമാണ് കേട്ടോ. പാഠത്തിൻ്റെ പേരെന്താണ്? ആരുടെ കുപ്പായം. മക്കൾക്ക് കുപ്പായങ്ങൾ ഇഷ്ടമല്ലേ? കുപ്പായം എന്ന് പറയുന്നത് ഡ്രസ്സിനെ കൊണ്ടാണ് കേട്ടോ, വസ്ത്രങ്ങൾ കൊണ്ടാണ്. അപ്പോൾ വസ്ത്രങ്ങൾ നമുക്ക് എത്ര ഉണ്ടെങ്കിലും നമുക്കൊരു പുതിയ കുപ്പായം കിട്ടുക എന്ന് പറയുമ്പോൾ എല്ലാ മക്കൾക്കും ഭയങ്കര സന്തോഷമല്ലേ? സന്തോഷമാണല്ലേ? എന്തൊക്കെ തരം ഉടുപ്പുകളാണ് മക്കൾക്ക് ഇഷ്ടം? എന്തൊക്കെ തരം കുപ്പായങ്ങളാണ് ഇഷ്ടം? മക്കൾക്ക് പലതരത്തിലുള്ള ഉടുപ്പുകൾ ഉണ്ടാവൂലേ? അപ്പം നമുക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ എന്താണ്, ഒരു കുഞ്ഞു പാട്ടാണ്. നമുക്ക് പാടി നോക്കാം. തെക്കൻ കാറ്റിൽ പാറി വരുന്നു ദിക്കറിയാതൊരു കുപ്പായം. തെക്കൻ കാറ്റിൽ എങ്ങോട്ടാണെന്നറിയാതെ, ദിക്കും ദിശയും ഒന്നും അറിയാതെ അല്ലേ, പോകേണ്ട വഴിയൊന്നും അറിയാതെ കാറ്റത്തൊരു കുപ്പായം പാറി വരുന്നു. അതെങ്ങനത്തെ കുപ്പായാണ്? വെളുവെളുത്തൊരു കുപ്പായം, പതുപതുത്തൊരു കുപ്പായം. നല്ല വെളുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കുപ്പായാണ് അല്ലേ? ചെറിയോര് ധരിക്കുമ്പോൾ ചെറുതാകും കുപ്പായം. ചെറിയ കുട്ടികൾ ഇടുന്ന സമയത്ത് അത് ചെറിയ കുപ്പായാവും. പിന്നെയോ വലിയോര് ധരിക്കുമ്പോൾ വലുതാകും കുപ്പായം. വലിയ ആളുകൾ ധരിക്കുമ്പോൾ അത് വലിയ കുപ്പായാവും. പിന്നെ എങ്ങനെയാ അതിൻ്റെ പ്രത്യേകത? ചെളി പറ്റാത്തൊരു കുപ്പായം, പൊടി പറ്റാത്തൊരു കുപ്പായം. ആ കുപ്പായത്തിൽ ചെളിയും പറ്റൂല, പൊടിയും പറ്റൂല. ആര് തുന്നിയ കുപ്പായം? ആരുടെയാണ് ഈ കുപ്പായം? അല്ലേ, ഈ കുപ്പായം ആരാ തുന്നിയത്? ഇത് ആരുടെ കുപ്പായാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ ഈ പാട്ട് നമുക്ക് ഒന്നും കൂടെ ചൊല്ലി നോക്കിയാലോ? തെക്കൻ കാറ്റിൽ പാറി വരുന്നു ദിക്കറിയാതൊരു കുപ്പായം, വെളുവെളുത്തൊരു കുപ്പായം, പതുപതുത്തൊരു കുപ്പായം. ചെറിയോര് ധരിക്കുമ്പോൾ ചെറുതാകും കുപ്പായം, വലിയോര് ധരിക്കുമ്പോൾ വലുതാകും കുപ്പായം. ചെളി പറ്റാത്തൊരു കുപ്പായം, പൊടി പറ്റാത്തൊരു കുപ്പായം. ആരു തുന്നിയ കുപ്പായം? ആരുടെയാണ് ഈ കുപ്പായം? അപ്പം നമുക്ക് ആരുടെയാ നോക്കാം. തണുതണുക്കും കാലത്ത് കമ്പിളിയാകും കുപ്പായം. നല്ല തണുപ്പുള്ള കാലത്ത് നമുക്ക് എങ്ങനത്തെ കുപ്പായങ്ങളാണ് വേണ്ടത്? നല്ല കമ്പിളി കുപ്പായങ്ങളാണല്ലേ. പിന്നെയോ ചുടുന്നൊരു കാലത്ത് നേരിയതാകും കുപ്പായം. നല്ല ചൂട് കാലത്ത്, ഇനി നല്ല ചൂടാണ് വരാൻ പോകുന്നത്. അപ്പം നല്ല ചൂട് കാലത്ത് നമ്മൾ കമ്പിളി കുപ്പായങ്ങൾ ഇട്ട് നടക്കുമോ? കട്ടിയുള്ള കുപ്പായങ്ങളൊക്കെ ഇട്ട് നടക്കുമോ? ഇല്ല അല്ലേ. നേരിയ നല്ല കോട്ടൻ്റെ തുണികളല്ലേ നമ്മൾ ഇടുക. പിന്നെയോ കുട പിടിക്കും കുപ്പായം, ആര് തുന്നിയ കുപ്പായം? ആരുടെയാണ് ഈ കുപ്പായം? അപ്പം ആരുടെയാണ് മക്കളെ ഈ കുപ്പായം? നോക്കാം. കുട്ടികളൊന്നായി കൂടുന്നു, കുട്ടികളൊന്നായി പാടുന്നു, ഞങ്ങളുടെയാണ് ഈ കുപ്പായം, ഞങ്ങളുടെയാണ് ഈ കുപ്പായം, ഞങ്ങളുടെയാണ് ഈ കുപ്പായം, ഞങ്ങളെല്ലാവർക്കും കുപ്പായം. അപ്പം എന്താ മക്കളെ പറയുന്നത്? നിങ്ങൾ ഓരോരുത്തരുടെയും കുപ്പായമാണല്ലേ അവിടെ പറയുന്നത്. കുട്ടികൾ ഒന്നായിട്ട് പറയാണ് എന്ത്? ഞങ്ങളുടെയാണ് ഈ കുപ്പായം അല്ലേ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും കുപ്പായങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇനി മക്കൾ ഏതെല്ലാം വസ്ത്രങ്ങൾ കണ്ടിട്ടുണ്ട്? പറഞ്ഞു നോക്കൂ. ഏതൊക്കെ വസ്ത്രങ്ങളാ? ഉടുപ്പ്, ചുരിദാറ്, ബനിയന്, പിന്നെയോ പാൻറ്, പാവാട, കമ്മീസ്, അങ്ങനെ ഒരുപാട് വസ്ത്രങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഇതിലേക്ക് മക്കൾ കണ്ട വസ്ത്രങ്ങളൊക്കെ എഴുതി ചേർക്കുക കേട്ടോ. അപ്പം നമ്മൾ രസകരമായ ഒരു പാട്ട് പാടിയില്ലേ. ഇനി നമുക്കൊരു കുഞ്ഞു കഥ കേട്ടാലോ? കഥയുടെ പേരാണ് ഒത്തിരി ഇഷ്ടം അല്ലേ. ഒത്തിരി എന്ന് പറയുന്നത് എന്തിനാ? ഒരുപാട് അല്ലേ. കുറേ നമ്മൾ പറയില്ലേ, ഒരു സാധനം നമുക്ക് വളരെ അധികം ഇഷ്ടമാണെങ്കിൽ നമ്മളെന്താ പറയുക? അത് നമുക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് പറയില്ലേ. അതാണ് കേട്ടോ ഇവിടെ പാഠത്തിൻ്റെ ഈ ഒരു കഥയുടെ പേര്. അപ്പം നമുക്ക് കഥ വായിക്കാം. സ്കൂൾ വിട്ട് വന്ന ഋതിക വേഗം നടന്നു. അപ്പോൾ ആരാണ് ഈ കഥയിലെ നായിക? ഋതികയാണല്ലേ. കടപ്പുറത്തെത്തണം. എന്തിനാണ് ഋതിക കടപ്പുറത്തെത്തുന്നത്? സോഫി ചേച്ചിയെ കാണണം. അവൾക്ക് ഒരു ചേച്ചി ഉണ്ടല്ലേ, സോഫി ചേച്ചിയെ കാണണം. കുറേ മത്സ്യം വിറ്റ് സഹായിക്കണം.
അപ്പോൾ അവളുടെ ആരോ ആണ് അല്ലേ, ബന്ധുക്കാരോ അയൽവാസികളോ ആരോ ആണ് ഈ സോഫി ചേച്ചി. അപ്പോൾ സോഫി ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് ഹൃതിക കടപ്പുറത്തേക്ക് പോവുകയാണ്. എന്തിനാണ്? സോഫി ചേച്ചിനെ കുറേ മത്സ്യം വിറ്റ് സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സോഫി ചേച്ചിക്ക് മത്സ്യവില്പനയാണല്ലേ ജോലി. അപ്പോൾ അവൾ കടപ്പുറത്തേക്ക് നടന്ന് എത്തിയ സമയത്ത് സോഫി ചേച്ചി അവിടെ നിന്ന് വിളിക്കുക, മോളെ ഹൃതികേ അല്ലേ, നമ്മളെ കാണുന്ന സമയത്ത് നമ്മൾ അറിയുന്നവരാരെയുണ്ടെങ്കിൽ വിളിക്കൂലേ, അതുപോലെ വിളിക്കുകയാണ്. അപ്പോൾ സോഫി ചേച്ചി വിളിച്ചു. ശബ്ദം കേട്ട് ഹൃതിക ഓടിച്ചെന്നു. എന്നിട്ടോ കുറേ മത്സ്യം വാങ്ങി. സോഫി ചേച്ചിയോട് ഹൃതിക കുറേ മത്സ്യം വാങ്ങി. അവൾ എന്താ ചെയ്തത്? അടുത്തുള്ള ഹോട്ടലിൽ കൊടുത്തു. കിട്ടിയ പണം സോഫി ചേച്ചിക്ക് കൊടുത്തു. അപ്പോൾ സോഫി ചേച്ചിയെ അവൾ സഹായിക്കുകയാണല്ലേ. സോഫി ചേച്ചിൻ്റെ കയ്യിലുള്ള കുറേ മീൻ വാങ്ങിയിട്ട് അതെന്ത് ചെയ്തു? ഹോട്ടലിൽ കൊടുത്ത് ആ കിട്ടിയ പണം സോഫി ചേച്ചിക്ക് കൊടുത്തു. സന്ധ്യയാകും മുമ്പ് രണ്ടുപേരും മടങ്ങി അല്ലേ. നമ്മൾ ഹൃതികയും കൂടെ ചെന്നതുകൊണ്ട് തന്നെ സോഫി ചേച്ചിയുടെ മീനുകളൊക്കെ കച്ചവടം ആയി. അപ്പം ഒരു എന്തായി, സന്ധ്യയാകുന്നതിന് മുമ്പ് തന്നെ മടങ്ങി. വരുന്ന വഴി സോഫി ചേച്ചി ഡേഷ് ശാലയിൽ കയറി മരുന്ന് വാങ്ങി. അപ്പോൾ വരുന്ന വഴി ഡേഷ് ശാല എന്ന് അവിടെ തന്നിട്ടുള്ളത്. ഏത് ശാലയിൽ കയറിയിട്ടാണ് മരുന്ന് വാങ്ങുക മക്കളെ? താഴെ നോക്കിക്കേ, ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ടല്ലേ. ഔഷധശാല, പാഠശാല, സിനിമാശാല, നാടകശാല. നാടകശാലയാണോ? നാടകം കളിക്കുന്ന സ്ഥലമല്ലേ നാടകശാല? അതല്ല. അപ്പം സിനിമാശാലയാണോ? സിനിമയുടേതും അല്ല. പാഠശാലയാണോ? അതും അല്ലല്ലേ. അപ്പോൾ എവിടുന്നാ നമുക്ക് മരുന്ന് കിട്ടുക, ഔഷധം കിട്ടുക? ഔഷധശാലയിൽ നിന്നാണ്. അപ്പം നമുക്കവിടെ ഔഷധ എന്ന് എഴുതി കൊടുക്കാം. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അമ്മ പറഞ്ഞു, നാളെ പെരുന്നാളല്ലേ മോളെ, ഇതാ നിനക്കൊരു ഉടുപ്പ്. അമ്മ പെരുന്നാളായതുകൊണ്ട് തന്നെ ഹൃതികയ്ക്ക് ഒരു ഉടുപ്പ് വാങ്ങിക്കൊടുക്കുകയാണ്. അപ്പോൾ ഹൃതിക എന്താ മറുപടി പറയുന്നത്? നമ്മളാണെങ്കിൽ വേഗം കൊണ്ടുപോയിട്ട് അത് ഇട്ടൊക്കെ നോക്കൂലേ. അങ്ങനെ പിന്നെ അത് വേണ്ടായിരുന്നു അമ്മേ എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ടോ? ഹൃതിക എന്താ പറഞ്ഞത്? വേണ്ടായിരുന്നു അമ്മേ എന്ന് പറയാണ്. എന്തുകൊണ്ടാണ്? അമ്മയുടെ ബുദ്ധിമുട്ടൊക്കെ അറിയുന്ന മോളായിട്ടാണ് അല്ലേ. അപ്പോൾ അമ്മ പറയാണ്, സാരമില്ല മോളെ എന്ന്. അപ്പോൾ ഡ്രസ്സ് കിട്ടുന്നതൊക്കെ നല്ല സന്തോഷമാണ്, പക്ഷേ അമ്മ ബുദ്ധിമുട്ടിയോ എന്ന് ആലോചിച്ചിട്ടാണ് ഹൃതിക അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഡേഷ് ആ ഉടുപ്പുമായി പുറത്തേക്കിറങ്ങി. ആരാണ് ആ ഉടുപ്പുമായി പുറത്തേക്കിറങ്ങിയത്? ആർക്കാണ് അമ്മ ഉടുപ്പ് കൊടുത്തത്? ഹൃതിക ആ ഉടുപ്പുമായി പുറത്തേക്കിറങ്ങി. എന്തിനായിരിക്കും പുറത്തേക്ക് ഇറങ്ങിയത്? അപ്പോൾ ഉടുപ്പ് ചോദിക്കുകയാണ്. ഹൃതികയോട് ഉടുപ്പ് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കളോട് ഡ്രസ്സ് സംസാരിക്കുന്നതായിട്ടൊക്കെ ഒന്ന് വിചാരിച്ച് നോക്കിക്കേ. അപ്പോൾ ഉടുപ്പ് ചോദിക്കുക, എന്താ ഇത്ര ധൃതി? ഉടുപ്പ് ചോദിച്ചു. നിന്നെ ഒരിടത്ത് എത്തിക്കാനാണ്. ആര് പറയാണ്? ഹൃതിക പറയാണ്. അപ്പോൾ ഉടുപ്പ് എന്ത് ചോദിക്കും? അതെന്താ, എന്നെ ഇഷ്ടമായില്ലേ? ഉടുപ്പ് ചോദിക്കുകയാണ്. എന്നെയും കൊണ്ട് പെട്ടെന്ന് ധൃതിയിൽ പുറത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ, ഉടുപ്പിനെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ ഉടുപ്പ് ചോദിക്കുക, എന്താ ഇത്ര ധൃതി? എന്നെ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹൃതിക മോള് പറയും, ഒത്തിരി ഇഷ്ടമായി അതുകൊണ്ടാണ് അല്ലേ, ഒത്തിരി ഒരുപാട് ഇഷ്ടമായത് കൊണ്ടാണ് എന്ന് അവൾ പറയാണ്. അങ്ങനെ ഡേഷ് സോഫി ചേച്ചിയുടെ വീട്ടിലെത്തി. ആരാണ് സോഫി ചേച്ചിയുടെ വീട്ടിലെത്തിയത്? ഹൃതിക. സോഫി ചേച്ചിയുടെ വീട്ടിലെത്തിയപ്പോൾ ഹൃതിക അങ്ങനെ മനസ്സിൽ പറയാണ്, എന്തൊരു വൃത്തി. അവൾ മനസ്സിൽ പറഞ്ഞു. തിണ്ണയിൽ ആ ഉടുപ്പ് മടക്കി വെച്ചു. സോഫി ചേച്ചി, ദേ ജിയക്കൊരു സ്നേഹ സമ്മാനം. സോഫി ചേച്ചിയുടെ മോൾക്കാണല്ലേ ഹൃതിക ആ ഉടുപ്പ് കൊണ്ടുപോയത്. അവൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ആ ഉടുപ്പ് കൊണ്ടുപോയത്. മക്കളങ്ങനെ മക്കളുടെ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ സ്നേഹത്തോടെ കൊടുക്കാറുണ്ടോ? അതിലൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഈ സോഫി ചേച്ചി എന്ന് പറയുന്നത് പാവമാണല്ലേ, മത്സ്യവില്പനക്കാരിയാണ്. അപ്പോൾ അവരുടെ മകൾക്കാണ് ഈ ഒരു ഉടുപ്പ് ഹൃതിക കൊടുത്തത്. അപ്പോൾ എന്താണ് സോഫി ചേച്ചി, ദേ ജിയക്കൊരു സ്നേഹ സമ്മാനം ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ. എന്നിട്ടോ അവൾ ഉടുപ്പിനോട് എന്താണ് വീശുക? ഡേഷ് വീശി, കൈ വീശി അല്ലേ. ടാറ്റ പറയും പോലെ കൈ വീശി. ഹൃതിക കൈവീശിയപ്പോൾ ഉടുപ്പും കൈവീശി, ഒപ്പം സോഫി ചേച്ചിയും ചിരിച്ചുകൊണ്ട് കൈവീശി. അപ്പോൾ ഈ കുഞ്ഞു കഥ മക്കൾക്ക് ഇഷ്ടമായോ? നല്ലൊരു കഥയാണല്ലേ. ഇനി നിങ്ങൾക്ക് ഈ കഥയിലെ ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണ്? ആ വരികൾക്കെല്ലാം അടിവരയിടൂ. അപ്പോൾ മക്കൾക്ക് ഏത് ഭാഗമാണോ ഇഷ്ടപ്പെട്ടത് ആ വരിയുടെ അടിഭാഗത്ത് വര വരയ്ക്കുക കേട്ടോ.
ഇനി ഇവിടെ ചിത്രത്തിൽ എന്താ കാണുന്നത്? എല്ലാവരും കൂടെ വീട് വൃത്തിയാക്കുന്നതാണ് അല്ലേ? അപ്പോൾ സോഫി ചേച്ചിയുടെ വീടിന് നല്ല വൃത്തി. വീടിനും വീട്ടുകാർക്കും ഡേഷ് വേണ്ടേ? എന്തു വേണ്ടേ? വൃത്തി വേണ്ടേ? അപ്പോൾ നമ്മുടെ വീടിന് വൃത്തി വേണം. വീടിന് മാത്രം വൃത്തി മതിയോ? പോരാലേ, വീട്ടുകാർക്കും വൃത്തി വേണം. നമ്മുടെ വീടും പരിസരവും നമ്മളും ഒക്കെ വൃത്തിയായിരുന്നാലാണ് എന്ത്, നമ്മുടെ വീട് ഒന്നാകെ നമ്മുടെ ചുറ്റുഭാഗം മൊത്തം നമുക്കൊരു വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. എന്തെല്ലാമാണ് വൃത്തിയുള്ള വീടാകാൻ വേണ്ടത്? എന്തൊക്കെ മക്കളെ, എന്തൊക്കെ ചെയ്യണം നമ്മൾ നമ്മുടെ വീട് വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്? മക്കളുടെ വീട്ടിൽ എന്തൊക്കെയാ ചെയ്യാറുള്ളത്? അടിച്ചു വാരും, തുടയ്ക്കും, പിന്നെ മാറാം വല തട്ടും, പിന്നെയോ പാത്രങ്ങളൊക്കെ വലിച്ചു വാരിയിടാതെ നല്ലപോലെ കഴുകി അടുക്കി വെക്കൂലേ? പിന്നെ തുണികളൊക്കെ നമ്മൾ അലക്കി കഴിഞ്ഞാൽ എടുത്ത് കൊണ്ടുപോയി കൂട്ടിയിടാതെ ഒക്കെ മടക്കി വെക്കും. ഇതുപോലെ മക്കൾ ഒരുപാട് കൂട്ടി ചേർക്കണം കേട്ടോ. ഇനി വീടിന് മാത്രം മതിയില്ലല്ലോ വൃത്തി, വീട്ടുകാർക്ക് വേണ്ടേ? വീട്ടുകാർക്ക് നമ്മൾ ഓരോരുത്തർക്കും വൃത്തി വേണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? മക്കൾ എന്തൊക്കെ ചെയ്യും? 2 നേരം പല്ല് തേക്കും, 2 നേരം കുളിക്കും, പിന്നെ നഖം വെട്ടും, വൃത്തിയുള്ള വസ്ത്രം ധരിക്കും, ആഹാരത്തിന് മുൻപും പിൻപും സോപ്പിട്ട് കൈ കഴുകും. ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ട വൃത്തിക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മക്കൾ ഇനിയും ഒരുപാട് എഴുതണം കേട്ടോ. ഇനി മക്കൾക്ക് ചെയ്യാനുള്ളൊരു പ്രവർത്തനമാണ്. എന്താണ്? വസ്ത്രം വരച്ച് നിറം നൽകാം. നിങ്ങളൊരു വസ്ത്രം വരയ്ക്കുക, അതിന് നല്ല ഭംഗിയിൽ നിറം കൊടുക്കണം കേട്ടോ. അടുത്തതാരാണ്? യൂണിഫോം ധരിക്കുന്നവർ ആരെല്ലാം? ആരൊക്കെയാ മക്കളെ? നമ്മൾ സ്കൂളുകളിലല്ലേ കുട്ടികൾ യൂണിഫോം ധരിക്കുന്നുണ്ട്. പോലീസുകാർ, ഡോക്ടേഴ്സ്, പിന്നെയോ നേഴ്സുമാർ, പിന്നെ പട്ടാളക്കാർ, പോസ്റ്റ്മാന്, അതുപോലെ നമ്മുടെ ഹരിതകർമ്മസേന വിഭാഗത്തിലുള്ളവർ, വക്കീൽ, ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുന്നവർ, ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്യുന്നവർ, ലാബിൽ വർക്ക് ചെയ്യുന്നവർ, ഇലക്ട്രീഷ്യൻസ്, സ്കൂൾ കുട്ടികൾ, ഡ്രൈവേഴ്സ് അല്ലേ, അങ്ങനെ ഒരുപാടുണ്ട്. ഇനി മക്കൾ കൂടുതൽ കണ്ടെത്തി ചേർക്കണേ. അടുത്ത പ്രവർത്തനം എന്താണ്? സാങ്കല്പിക ഡയറിയാണ്. ഋതിക അന്ന് ഡയറി എഴുതിയാൽ, അതായത് ചുവടുള്ള ചിത്രത്തിലെ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടല്ലേ ആ കഥയിലുള്ള കാര്യങ്ങൾ ഋതിക നിങ്ങളാണെന്ന് വിചാരിക്കുക. നിങ്ങളാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ഭാഷയിൽ എഴുതിയാൽ മതി. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എഴുതാം. എന്നിട്ട് മക്കൾക്ക് ആ ഒരു കഥ മക്കളാണ് അന്ന് പിന്നെ സോഫി ചേച്ചിയുടെ അടുത്ത് പോയതും ഉടുപ്പ് സോഫി ചേച്ചിയുടെ മകൾക്ക് കൊടുത്തതും മരുന്ന് വാങ്ങാൻ പോയതും ഒക്കെ നിങ്ങളാണെന്ന് വിചാരിച്ചിട്ടാണ് ഡയറി എഴുതേണ്ടത്. ഡയറി എഴുതുമ്പോൾ ആദ്യം എന്താ ശ്രദ്ധിക്കേണ്ടത്? ഡേറ്റും ദിവസവും എഴുതണം. ഞാനിവിടെ ഇന്നത്തെ ക്ലാസ് എടുക്കുന്ന ഡേറ്റാണ് കൊടുത്തിട്ടുള്ളത്. 4/2/2025 ചൊവ്വാഴ്ചയാണ്. അപ്പം നമുക്ക് എഴുതാം. ഇന്നെനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. ഇന്നെനിക്ക് 2 പേരെ സഹായിക്കാൻ പറ്റി. രാവിലെ ഞാൻ സോഫി ചേച്ചിയുടെ അടുത്ത് പോയി മീൻ വാങ്ങി ഹോട്ടലിൽ കൊടുത്തു. അപ്പോൾ എനിക്ക് പൈസ കിട്ടി. ഞാനത് സോഫി ചേച്ചിക്ക് കൊടുത്തപ്പോൾ ചേച്ചിക്കും സന്തോഷമായി. അങ്ങനെ സന്ധ്യ വരെ ഞങ്ങൾ മീൻ വിറ്റു. വീട്ടിലേക്ക് മടങ്ങും വഴി ഔഷധശാലയിൽ നിന്ന് മരുന്ന് വാങ്ങി. വീട്ടിലെത്തിയപ്പോൾ അമ്മ എനിക്ക് ഒരു പുത്തൻ ഉടുപ്പ് തന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നാളെ പെരുന്നാളിന് ഇടാനാണ്. ജിയക്ക് ഉടുപ്പൊന്നും വാങ്ങിയിട്ടില്ല. ഞാനത് സന്തോഷത്തോടെ ജിയക്ക് കൊടുത്തു. ഞാൻ ചെയ്തത് കണ്ട് അമ്മയ്ക്കും സന്തോഷമായി. അപ്പോൾ ഈ ഒരു കഥ മക്കളുടേതാണെന്ന് വിചാരിച്ച് മക്കളുടെ ഭാവനയ്ക്കനുസരിച്ച് മക്കളുടെ ഭാഷയിൽ എഴുതുക കേട്ടോ. ഇവിടെ ഋതികയും സോഫി ചേച്ചിയും കൂടെ ഔഷധശാലയിലേക്ക് പോവുകയാണ് അല്ലേ. അടുത്തതെന്താണ്? കുപ്പായം എന്ന് പറയുന്നൊരു കുഞ്ഞു പാട്ടാണ്. നമുക്ക് പാടി നോക്കാം. പുലരിക്കൊണ്ടൊരു കുപ്പായം, പൂമാനക്കുപ്പായം, അന്തിക്കുണ്ടൊരു കുപ്പായം, ചെഞ്ചായ കുപ്പായം, രാവിനുണ്ടൊരു കുപ്പായം, പൂക്കൾ തുന്നിയ കുപ്പായം, പകലിനുണ്ടൊരു കുപ്പായം, വെളുവെളുത്തൊരു കുപ്പായം. ഇനി നമുക്ക് അവസാനത്തെ പ്രവർത്തനം എന്താണ്? വസ്ത്രവുമായി ബന്ധപ്പെട്ട വാക്കുകൾ എഴുതാം. വസ്ത്രവുമായി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വസ്ത്രത്തിനോട് ബന്ധമുള്ള ഏത് വാക്കും എഴുതാം. നോക്കിക്കേ, നൂലുണ്ട് അല്ലേ, ബട്ടൺസ്, സോപ്പ്, വസ്ത്രം അലക്കാൻ സോപ്പ് വേണ്ടേ, തയ്യൽ കട, അത് നമുക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് തയ്യൽ കടയിൽ വേണം. ഇനി നമുക്ക് എന്തൊക്കെ എഴുതാം? വെള്ളം വേണം അല്ലേ, അലക്കാൻ വെള്ളം വേണ്ടേ, കത്രിക വേണം വെട്ടാൻ, ഇലാസ്റ്റിക് വേണം അലക്കാൻ വേണ്ടിയിട്ട്, അലക്ക് കല്ല് വേണം, ടാപ്പ് വേണം,
ചോക്ക് വേണം അല്ലേ വരച്ച് വെട്ടാനൊക്കെ, നിറങ്ങൾ വേണം, തയ്യൽ മെഷീൻ വേണം, അലക്കാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവരുണ്ട്, പിന്നെ നമുക്ക് അയലയിൽ ചിക്കാൻ വേണ്ടിയിട്ട് കയറ് വേണം, ഡ്രസ്സ് വാങ്ങാൻ തുണിക്കട വേണം. അങ്ങനെ ഡ്രസ്സുമായിട്ട് വസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വാക്കുകളുണ്ട് അല്ലേ. അപ്പം ഇനിയും കൂടുതൽ മക്കൾ ചേർക്കണം കേട്ടോ. അപ്പോൾ മക്കളെ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.